ഹലോ ഹായ് ഗായ്സ്, ഇന്നിനി ഞങ്ങൾ പോകുന്നത് ബാലിയിലെ മെയിൻ ഒരു വാട്ടർഫാളിലേക്കാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞു. രാവിലെ വാട്ടർഫാളിൽ ഞാൻ ഇറങ്ങുന്നില്ല, കാരണം എന്തിനാണ് വെറുതെ വെയിൽ കൊണ്ട് പനി വരുത്തുന്നത് എന്ന മട്ടിൽ അറ്റ്ലീസ്റ്റ് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടാണ് ഇവിടെ ഇട്ട് വന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, കുറച്ച് റീൽസൊക്കെ എടുക്കുക എന്നിട്ടാണ്. അങ്ങനെ എന്തായാലും ഈ പടികൾ ഇറങ്ങി പോവുകയാണ്. നല്ല കുത്തനെയുള്ള കുറച്ചധികം പടികളുണ്ട് കേട്ടോ. ഇറങ്ങിപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് വരുവാണ്. അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് തന്നെ തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. എനിക്കൊന്ന് ഇറങ്ങണമെന്നൊക്കെ കാല് നനയ്ക്കണം എന്ന മട്ടിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവളുമാരും ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു, എങ്കിൽ നമുക്ക് ഇറങ്ങണ്ട, നമുക്കിവിടെയൊക്കെ നിന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാം. അങ്ങനെ കണ്ട് നിന്നപ്പോൾ വെള്ളം കാണുമ്പോൾ നമുക്ക് സഹിക്കത്തില്ലല്ലോ. അങ്ങനെ എന്തും വരട്ടെ എന്നും പറഞ്ഞാൽ ചാടി തിമിർക്കാനായിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഈ വെള്ളം കണ്ട ആരാണിത് കാണാതെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ലല്ലോ. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു, ഇനി നനഞ്ഞ് കയറിയേക്കാന്ന് വെച്ചു. പിന്നെ ഞങ്ങളിതിൽ ചാടി തിമിർത്തു. ഫോൺ സത്യം പറഞ്ഞാൽ ഇവിടോട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, കാരണം ഇതെങ്ങാനും വെള്ളത്തിൽ പോയാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അങ്ങനെ ഞങ്ങളിതാ ഈ സ്ഥലത്ത് കൂടി ഇങ്ങനെ ഞങ്ങൾ പോവാണ്. ഇതൊക്കെയാണ് ഒരു അഡ്വഞ്ചേഴ്സ്. ഇങ്ങനെ എന്തായാലും ഒരു തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ കൂടി നടന്ന് ഞങ്ങൾ കുളിച്ച് തിമിർത്ത് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ് ചേഞ്ചിങ് ആണ്. അപ്പോൾ ഇനി ഞങ്ങൾ വെള്ളത്തിലൊക്കെ കുളിച്ച് മറിഞ്ഞ് ഇനി ഡ്രസ് ചേഞ്ചിങ് ആണ്. അത് കഴിഞ്ഞ് പോകുന്നത് അടുത്ത സാഹസികം. അപ്പോൾ നമ്മുടെ വാട്ടർഫാൾ പൊളി സൂപ്പർ ഗായ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. നല്ല കൊട്ട വെയിലുണ്ടല്ലേ. ഇവിടെയും അത്യാവശ്യം നമുക്ക് വേണ്ട പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്താം കേട്ടോ. ഇവിടെ വലിയ മറ്റ് സ്ഥലങ്ങളിലേക്കാഴിയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബാർഗെയിൻ ചെയ്താൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ. കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ രേഷ്മത ബാർഗെയിൻ ചെയ്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പറ്റത്തുള്ളൂ, അല്ലാതെ ഇവർക്ക് നല്ല റേറ്റാണ്. നമ്മുടെ നാട്ടിൽ ഒരു 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ 1500 രൂപ 2000 രൂപയാണ്. അമ്മേ, 2 ദിവസമായപ്പോൾ കയ്യിലെ കാശെല്ലാം തീർന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത അഡ്വഞ്ചേഴ്സിലോട്ട് വന്നിരിക്കുകയാണ്. അതിന് മുമ്പേ ഫുഡ്. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്ത പാടെ ഞങ്ങൾ തീർക്കുകയും ചെയ്തു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നും ആയിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്, സ്റ്റാർട്ടർ ആയിട്ടുള്ളേ ഉള്ളൂ. എന്തായാലും ഞങ്ങളതൊക്കെ കഴിച്ചു. ഇനി അടുത്ത അഡ്വഞ്ചേഴ്സിലേക്ക് പോവാം. അപ്പോൾ അത് അടുത്ത പുതിയ എപ്പിസോഡിൽ കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു, ബൈ.